ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. നമസ്കാരം, ഞാൻ പാർവതി ഷോൺ. ഇന്ന് ഞാൻ കണ്ട ന്യൂസ് പേപ്പർ വായിച്ചപ്പോൾ കണ്ടൊരു വാർത്തയാണ്. അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഫോർമാലിൻ കലർന്ന 6 ടൺ മത്സ്യങ്ങളാണ് ഇന്ന് പിടികൂടിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ നാട്ടിൽ നമ്മൾ എന്ത് കഴിച്ച് ജീവിക്കും? ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്നങ്ങ് ചാവാം എന്ന് വിചാരിച്ചാൽ അത് നടക്കും നമ്മുടെ കേരളത്തിൽ. ഈ കേരളത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് നമ്മൾ പിള്ളേർക്ക് കൊടുക്കും? ഒരു ഫ്രൂട്ട്സോ വെജിറ്റബിളോ അല്ലെങ്കിൽ പോഷകം നിറഞ്ഞ ഒരു സാധനങ്ങളും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. എല്ലാത്തിലും വിഷം. ഈ ഭക്ഷ്യവകുപ്പിലൊക്കെ ഇരിക്കുന്ന കൈക്കൂലി മേടിച്ച് ചുമ്മാ അങ്ങ് ഇരിക്കുക ഏമാമാർ, ഒരു പണിയും ചെയ്യാതെ. സുഖമാണല്ലോ. ഇവരുടെ ഒന്നും സപ്പോർട്ടും അല്ലെങ്കിൽ ഇവരുടെ ഒന്നും ഇതും ഇല്ലാതെ ഇത്രമാത്രം വിഷമൊന്നും ഇതിലൊന്നും കലരില്ല. കുറേയൊക്കെ ഇവർ കണ്ണടച്ച് ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ഇരിക്കുന്നവരൊക്കെ കുറേ നല്ല ആൾക്കാരൊക്കെ കൈക്കൂലിയൊക്കെ മേടിച്ച് അങ്ങ് കണ്ണടച്ചെങ്കിൽ ഇരിക്കുക. വിഷമെങ്കിൽ വിഷം നടന്നോട്ടെ. അവരവരുടെ മക്കൾക്കൊന്നും ഇതൊന്നും മേടിച്ച് കൊടുക്കൂലായിരിക്കും. ഒന്ന് അന്വേഷിച്ച് നോക്കി അറിയാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന അമ്മമാർ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണമെങ്കിൽ വല്ല ചക്കയോ മാങ്ങയോ കപ്പയോ ഒക്കെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുക. അതൊക്കെ നമുക്ക് ഇനി പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ വീട്ടിലിരിക്കുന്ന അമ്മമാർ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പിള്ളേരെയെങ്കിലും ഒരു നല്ല ആരോഗ്യമുള്ള പിള്ളേരായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ആലോചിക്കുക, നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് പച്ചക്കറി കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ മത്സ്യം മേടിച്ച് 3 നേരം മീൻ കൂട്ടി ചോറ് കൊടുക്കുമ്പോൾ ആലോചിക്കുക, 3 നേരം ഉരുട്ടി വിഷമാണ് സ്വന്തം കുഞ്ഞിൻ്റെ വായ്ക്കകത്തേക്ക് തള്ളിക്കൊടുക്കണമെന്ന് നമ്മൾ ഓരോ അമ്മമാരും വിചാരിക്കുക. മനസ്സിലായില്ലേ? ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെതിരെയും ഈ ഭക്ഷ്യമന്ത്രിയും ഇവരൊക്കെ എന്താണ് കാണിക്കുന്നത്? ഇവർക്കെതിരെയൊക്കെ നമ്മൾ കേസ് ഫയൽ ചെയ്യണം. എങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ അനീതി കണ്ടാൽ നമ്മൾ കണ്ണടയ്ക്കരുത്. അത് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. അവർക്കെതിരെ നമ്മൾ ശബ്ദം ഉയർത്തണം. അനീതിക്കെതിരെ നമ്മൾ പൊരുതണം. അതാണ് ചെയ്യേണ്ടത്. ഈ വിഷം മേടിച്ച് നിങ്ങൾ നിങ്ങളുടെ പിള്ളേർക്ക് കൊടുക്കരുത്. നല്ലൊരു സമൂഹം അല്ലെങ്കിൽ ഈ കേരളത്തിലെ അടുത്ത നല്ലൊരു ജനറേഷൻ, ആരോഗ്യമുള്ളൊരു ജനറേഷൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇത്രയും നീചമായ പ്രവൃത്തികൾക്കെതിരെ ശബ്ദമുയർത്തണം. ഒട്ടും താമസിക്കരുത്. സത്യം പറഞ്ഞാൽ ഭക്ഷ്യവകുപ്പിൽ ഇരിക്കുന്നവരൊക്കെ അവരൊക്കെ ചുമ്മാ ശമ്പളം മേടിച്ച് ചുമ്മാ സുഖിച്ചിരിക്കുക. സത്യം പറഞ്ഞാൽ അതാണ് ചെയ്യുന്നത്. ഈ ഭക്ഷ്യമന്ത്രിയൊക്കെ എന്ത് കാണിച്ചിട്ടാണ്? എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇവർക്ക് ചെയ്തുകൂടെ? താങ്ക് യു സോ മച്ച്. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ സമാധാനം വരില്ല. കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോസിപ്പ് ബസാർ.